ഹായ് ഫ്രണ്ട്സ്, എക്കണോമിക്സിലെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് പ്ലാനിംഗ് കമ്മീഷൻ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നീതി ആയോഗിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രാക്ടീസ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദ പ്ലാനിംഗ് കമ്മീഷൻ എന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ ഈസ് എ മിനിസ്ട്രി, എ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ആൻ അഡ്വൈസറി ബോഡി, ആൻ ഓട്ടോണോമസ് കോർപ്പറേഷൻ. അപ്പോൾ പ്ലാനിംഗ് ബോഡി എന്ന് പറയുന്നത് എന്താണ്? എ മിനിസ്ട്രി ആണോ, എ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ, ആൻ അഡ്വൈസറി ബോഡി ആണോ, ആൻ ഓട്ടോണോമസ് കോർപ്പറേഷൻ ആണോ? ഉത്തരം എന്താണ്? ഉത്തരം നമുക്കറിയാം, ഓപ്ഷൻ 3 ആണ്, ആൻ അഡ്വൈസറി ബോഡിയാണ്. ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന സംഗതി എന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന സംഗതി ദ പ്ലാനിംഗ് കമ്മീഷൻ ഈസ് ആൻ അഡ്വൈസറി ബോഡി. ഇനി എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ ആക്റ്റീവ് അല്ല. നമുക്കറിയാം 2015 ജനുവരി 1 മുതൽ നീതി ആയോഗ് എന്ന് പറയുന്ന സംവിധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. ഓക്കെ, ദ പ്ലാനിംഗ് കമ്മീഷൻ നോ ലോങ്ങർ ആക്റ്റീവ് സിൻസ് ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ നീതി ആയോഗാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് പോളിസി മേക്കിംഗ് ആൻഡ് ഗവേണൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ പ്ലാനിംഗ് കമ്മീഷൻ ഒരു പോളിസി മേക്കിംഗ്, അതുപോലെ തന്നെ മുമ്പ് ഈ നീതി ആയോഗ് വരുന്നതിന് മുമ്പേ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് പോളിസി മേക്കിംഗ് ആൻഡ് ഗവേണൻസ് ഇൻ ഇന്ത്യ. ക്ലിയർ ആണ്. ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് റിപ്പോർട്ടിംഗ് ഡയറക്ട്ലി ടു ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്? ഇറ്റ് വാസ് ഡയറക്ട്ലി റിപ്പോർട്ടിംഗ് ടു ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മാർച്ച് 15, 1950. മാർച്ച് 15 അത് ഫോം ചെയ്യുന്നത് ആസ് എൻ എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് കൺസ്റ്റിറ്റ്യൂട്ട് ഇൻ 1946. ആരാണ് ആ അഡ്വൈസറി പ്ലാനിംഗ് ബോഡി ഫോം ചെയ്തത്? 1946 അണ്ടർ ദ ചെയർമാൻ ഓഫ് KC നിയോഗി. അപ്പോൾ ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മാർച്ച് 1950. അപ്പോൾ 1950 അത് ഫോം ചെയ്യുന്നത്. മാർച്ച് 1950 1950 by an executive resolution of the government of India on the recommendation of the advisory planning board constituted in 1946 under the chairman of KC Niyogi. Thus the planning commission was neither a constitutional nor a statutory body. It was an advisory body. അപ്പോൾ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയോ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ ഒന്നുമല്ല. ഇറ്റ് വാസ് ആൾസോ an advisory body. നമ്മൾ നേരത്തെ പറഞ്ഞു നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ അതൊരു തിങ്ക് ടാങ്ക് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല, ബട്ട് ഇറ്റ് വാസ് an advisory body. ക്ലിയർ ആണ്. ഇറ്റ് ഈസ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ, not created by the constitution, and non-statutory means not created by any act or parliament. അതായത് എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്ന കാര്യം എന്താണ്? അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടില്ല എവിടെയും. ഈ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എന്താണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്ന കാര്യം? നോട്ട് ക്രിയേറ്റഡ് ബൈ എൻ ആക്ട് മുഖാന്തരോ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഒരു ആക്ട് മുഖാന്തരം ഉണ്ടാക്കിയ സംഗതിയല്ല. ഇറ്റ് ഈസ് എൻ അഡ്വൈസറി ബോഡി എലോൺ. ക്ലിയർ ആണ്. അപ്പോൾ നീതി ആയോഗ് വരുന്നതിന് മുമ്പേ 1950 മാർച്ച് 15 ഡെവലപ്പ് ചെയ്ത ഒരു പോളിസി മേക്കിംഗ് അതുപോലെ തന്നെ പിന്നെ ഒരു പോളിസി മേക്കിംഗ് ആൻഡ് ഗവേണൻസ് മേക്കിംഗ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു അഡ്വൈസറി ബോഡി ആയിരുന്നു. 1950 മാർച്ച് 15 ഫോം ചെയ്തത്. ആരുടെ റെക്കമെൻഡേഷൻ? ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1946 അണ്ടർ ദി ചെയർമാൻ ഓഫ് KC നിയോഗി. അപ്പോൾ ഇതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണ്, ഇതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതുപോലെ തന്നെ ഇതൊരു അഡ്വൈസറി ബോഡിയാണ്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആൻ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ക്ലിയർ ആണ്. അപ്പോൾ അടുത്തത് ഇനി എന്താ പറയുന്നത്? ഇൻ ഇന്ത്യ ഇറ്റ് വാസ് സുപ്രീം ഓർഗൻ ഓഫ് പ്ലാനിംഗ് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സുപ്രീം ഓർഗൻ ആയിരുന്നു എന്തിൻ്റെ? പ്ലാനിംഗ് ആൻഡ് സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇറ്റ് വാസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ഡിസിഷൻ. ഓക്കെ, ദിസ് റെസ്പോൺസിബിലിറ്റി റെസ്റ്റ് വിത്ത് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അങ്ങനെ അതാരാ നടത്തുക? ഇറ്റ് വാസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇവരല്ല ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ദിസ് റെസ്പോൺസിബിലിറ്റി റെസ്റ്റ് വിത്ത് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് ഓൺലി എ സ്റ്റാഫ് ഏജൻസി ആൻഡ് അഡ്വൈസറി ബോഡി ആൻഡ് ഹാസ് നോ എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന സംഗതി പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാഫ് ഏജൻസി ആൻഡ് അഡ്വൈസറി ബോഡി മാത്രമാണ്. ഹാസ് നോ എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റി. അതിനൊരു
എക്സിക്യൂഷൻ, അതായത് നടത്താനുള്ള ഒരു ഇതില്ല, അതൊരു അഡ്വൈസറി ബോഡിയാണ്. ഇറ്റ് ഹാസ് നോ എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആണ്. ഇനി എന്തൊക്കെയാണ് പറഞ്ഞത്? ദ ക്രിറ്റിക്സ് ഹാവ് ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ഹാസ് എ സൂപ്പർ ക്യാബിനറ്റ് ആൻഡ് എക്കണോമിക് ക്യാബിനറ്റ്, എ പാരലൽ ക്യാബിനറ്റ്, ദ ഫിഫ്ത്ത് വീൽ ഓഫ് ദ കോച്ച്. ഈ ഫിഫ്ത്ത് വീൽ ഓഫ് ദ കോച്ച് എന്ന് പറയുന്ന ആ വിശേഷണം എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ദ ഫിഫ്ത്ത് വീൽ ഓഫ് ദ കോച്ച് എന്നത് എന്തിനെ വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലാനിംഗ് കമ്മീഷനാണ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞ സംഗതി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല. കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻ ചെയ്തില്ല, അതുപോലെ തന്നെ അത് ഒരു പാർലമെൻറ്റ് ആക്ട് മുഖാന്തരം ഉണ്ടായത്, ഇതൊരു അഡ്വൈസറി ബോഡിയാണ്. ഓക്കെ, അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഇതൊന്നുമില്ല. ആ ഇംപ്ലിമെൻറ്റ് റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അത് സെൻട്രൽ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമാണ്. ക്രിട്ടിക്കൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, ഇറ്റ് ഈസ് എ സൂപ്പർ ക്യാബിനറ്റ്, ഇതൊരു എക്കണോമിക് ക്യാബിനറ്റ് ആൻഡ് എ പാരലൽ ക്യാബിനറ്റ്, ദ ഫിഫ്ത്ത് വീൽ ഓഫ് ദ കോച്ച് എന്ന് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പ്ലാനിംഗ് കമ്മീഷൻ. അപ്പോൾ 1950 മാർച്ച് 15 അത് ഫോം ചെയ്ത്. ഇപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ റീപ്ലേസ് ചെയ്ത് ആരാണ്? അത് നീതി ആയോഗാണ്. ക്ലിയർ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ നീതി ആയോഗിൻ്റെയും അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ്റെയും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നീതി ആയോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ ആൾറെഡി പറഞ്ഞു. നീതി ആയോഗ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നീതി ആയോഗ് ഹാസ് നോട്ട് ബീൻ ഗിവൺ ദ മാൻഡേറ്റ് ഓർ പവേഴ്സ് ടു ഇമ്പോസ് പോളിസീസ് ഓൺ സ്റ്റേറ്റ്സ്. നീതി ആയോഗ് ഈസ് ബേസിക്കലി എ തിങ്ക് ടാങ്ക് ഓർ എൻ അഡ്വൈസറി ബോഡി. അപ്പോൾ അതിന് ഈ സംസ്ഥാനങ്ങളിൽ കയറിയിട്ട് ഇതാവാനൊന്നും പറ്റില്ല. അതൊരു തിങ്ക് ടാങ്കാണ്, അതൊരു ഒരു അഡ്വൈസറി ബോഡിയാണ്. ദ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാലോ, ദ പ്ലാനിംഗ് കമ്മീഷൻ ഹാഡ് ദ പവർ ടു ഇമ്പോസ് പോളിസീസ് ഓൺ സ്റ്റേറ്റ്സ് ആൻഡ് ഫോർ ദ പ്രൊജക്ട്സ് അപ്രൂവ്ഡ് ബൈ ദി പ്ലാനിംഗ് കമ്മീഷൻ. അതിന് അങ്ങനത്തെ ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഹാസ് ദ പവർ ടു ഇമ്പോസ് പോളിസീസ് ഓൺ സ്റ്റേറ്റ്. ഓക്കെ, ഓൺ സ്റ്റേറ്റ്. കാര്യം ഇതൊരു ബോട്ടം അപ്പ് അപ്രോച്ചാണ് ഏത് നീതി ആയോഗ് മുന്നോട്ട് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റീവ് ഫെഡറലിസമാണ് നീതി ആയോഗിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. എന്നാൽ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ എന്താണ്? ഹാഡ് ദ പവർ ടു ഇമ്പോസ് പോളിസീസ് ഓൺ സ്റ്റേറ്റ് ആൻഡ് ഫോർ ദ പ്രൊജക്ട് അപ്രൂവ്ഡ് ബൈ ദി പ്ലാനിംഗ് കമ്മീഷൻ. ക്ലിയർ ആണ്. അടുത്ത് ദ പവർ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പവർ ഫോർ ദ അലോക്കേഷൻ ഓഫ് ഫണ്ട്സ് ഹാവ് നോട്ട് ഗിവൺ ടു നീതി ആയോഗ്. ദ പവേഴ്സ് ആർ വിത്ത് ദി ഫിനാൻസ് മിനിസ്ട്രി. അപ്പോൾ പവർ അലോക്കേറ്റ് ചെയ്യാനുള്ള പവറൊന്നും അല്ലെങ്കിൽ എന്താ പവേഴ്സ് ഫോർ അലോക്കേഷൻ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള പവറൊന്നും ആർക്കില്ല? നീതി ആയോഗിനില്ല. ആ പവർ ആർക്കാണ്? അത് ഫിനാൻസ് മിനിസ്ട്രിക്കാണ് നീതി ആയോഗിൻ്റെ കേസിൽ. എന്നാൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ കേസിൽ എന്താണ്? ദ പ്ലാനിംഗ് കമ്മീഷൻ ഹാഡ് ദ പവർ ടു അലോക്കേറ്റ് ഫണ്ട്സ് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് വേരിയസ് സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രീസ് ഫോർ വേരിയസ് പ്രോഗ്രാംസ് ആൻഡ് ദ പ്രോജക്ട് അറ്റ് ദി നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. അപ്പോൾ ഈ പ്ലാനിംഗ് കമ്മീഷൻ അങ്ങനത്തെ ഒരു പവർ ഉണ്ടായിരുന്നു. പക്ഷേ നീതി ആയോഗിന് അങ്ങനത്തെ ഒരു പവർ ഇല്ല. അത് എന്തിനാ പവർ? ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള പവറൊന്നുമില്ല. അത് ദിസ് പവർ ഈസ് വെസ്റ്റഡ് വിത്ത് ആർക്കാണ് ആ പവർ ഉള്ളത്? അത് ഫിനാൻസ് മിനിസ്ട്രിക്കാണ്. എന്നാൽ പ്ലാനിംഗ് കമ്മീഷൻ ഹാഡ് ദ പവർ ടു അലോക്കേറ്റ് ഫണ്ട്സ് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് വേരിയസ് സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രീസ് ഫോർ ദ വേരിയസ് പ്രോഗ്രാംസ് ആൻഡ് പ്രോജക്ട്സ് അറ്റ് ദി നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. ക്ലിയർ ആണ്. അടുത്ത വ്യത്യാസം എന്താണ്? അടുത്ത വ്യത്യാസം ഓക്കെ, നീതി ആയോഗ് എന്ന് പറഞ്ഞ സംഗതി. നീതി ആയോഗ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് ടു പ്ലേ എ മോർ പ്രയാക്റ്റീവ് റോൾ. സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അവിടെ നന്നായിട്ട്. കാര്യം അതൊരു ബോട്ടം അപ്പ് അപ്രോച്ച് ആയത് കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ് കൃത്യമായിട്ട് നയരൂപീകരണത്തിൽ ഭാഗമാകണം നീതി ആയോഗിൻ്റെ കേസിൽ. ഓക്കെ, അതൊരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഭാഗമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിഡ് നോട്ട്, ഇൻ ദ പ്ലാനിംഗ് കമ്മീഷൻ എങ്ങനെയാണ്? ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിഡ് നോട്ട് ഹാവ് മച്ച് റോൾ ടു പ്ലേ അപ്പാർട്ട് ഫ്രം ടേക്കിംഗ് പാർട്ട് ഇൻ ദ മീറ്റിംഗിൽ പങ്കെടുക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ വലിയ റോളൊന്നും ഈ സ്റ്റേറ്റ്, അതായത് സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടായിരുന്നില്ല. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് റോൾ വാസ് കൺഫൈൻഡ് ടു ദ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. അതാരാണ്? ഇതിനൊക്കെ അപ്രൂവൽ ആരാണ് കൊടുത്തിരുന്നത്? NDC ആണ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്ലാനിംഗ് കമ്മീഷൻ NDC, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. NDC ആണ് ഈ പഞ്ചവത്സര പദ്ധതികൾക്കൊക്കെ അംഗീകാരം കൊടുത്തിരിക്കുന്നത്. NDC ആണ്, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. ഓക്കെ, അപ്പോൾ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് ഇതിന് അംഗീകാരം കൊടുക്കുന്നത്. ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഈ ചർച്ചകൾക്കും മീറ്റിങ്ങുകൾക്കും അതുപോലെ തന്നെ ഈ 5 ഇയർ പ്ലാനുകൾക്കൊക്കെ അംഗീകാരം കൊടുക്കുന്നത് NDC ആണ്. ക്ലിയർ ആണ്. അപ്പോൾ ഈ നീതി ആയോഗ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് ടു പ്ലേ മോർ പ്രയാക്റ്റീവ് റോൾ. നല്ല റോള് നീതി ആയോഗിൻ്റെ കേസിലുണ്ട്. എന്നാൽ ഈ പ്ലാനിംഗ് കമ്മീഷനിൽ അങ്ങനെ ഇവർക്ക് വലിയ റോളൊന്നുമില്ല. ആ റോൾ ആരാ വായിക്കുന്നത്? NDC ആണ്. ക്ലിയർ ആണ്. NDC ആണ് ആ റോൾ വായിക്കുന്നത്. ക്ലിയർ ആണ്. അടുത്ത് എന്താണ്? അടുത്ത് ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻറ്റ് there are part-time members appointed in നീതി ആയോഗ്. നീതി ആയോഗിൽ പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടു പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ട് നീതി ആയോഗിൻ്റെ കേസിൽ. എന്നാൽ ദ പ്ലാനിംഗ് കമ്മീഷൻ ഡിഡ് നോട്ട് ഹാവ് എനി പ്രൊവിഷൻ ഫോർ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് എ പാർട്ട് ടൈം മെമ്പർ. എന്നാൽ ഇതിൽ അങ്ങനെ ഒരു പാർട്ട് ടൈം മെമ്പർ ഇല്ല. ഇതിലെ പ്ലാനിംഗ് കമ്മീഷൻ അങ്ങനെ ഒരു പാർട്ട് ടൈം മെമ്പർ ഇല്ല. പക്ഷേ നീതി ആയോഗിൽ അങ്ങനെ പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ട്. ക്ലിയർ ആണ്. ഇനി എന്താ പറഞ്ഞത്? അടുത്ത് എന്താ പറയുക? ഗവൺമെൻറ് എന്താണ്? ദ ഗവേണിംഗ് കൗൺസിൽ ഓഫ് നീതി ആയോഗ് ഹാസ്. ഗവേണിംഗ് കൗൺസിൽ ആരൊക്കെ ഉണ്ട്? ലെഫ്റ്റനൻറ്റ് ഗവേണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ യൂണിയൻ ടെറിട്ടറീസ്, ഈ ലെജിസ്ലേറ്റീവുള്ള യൂണിയൻ ടെറിട്ടറീസിലെ മുഖ്യമന്ത്രിമാരും മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അല്ലാത്ത യൂണിയൻ ടെറിട്ടറീസിൽ ആരുണ്ടാവും? ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സ് ആ ഗവേണിംഗ് കൗൺസിലുണ്ട്. എന്നാൽ ദ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഹാഡ് എ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് NDC ആണ് ഇതിന് അംഗീകാരം കൊടുക്കുക പറഞ്ഞു ഇതിൻ്റെ കേസിൽ, പ്ലാനിംഗ് കമ്മീഷൻ്റെ കേസിൽ. അപ്പോൾ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഹാഡ് ലെഫ്റ്റനൻറ്റ്
ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ആൻഡ് സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഹാഡ് ടു റിപ്പോർട്ട് ടു നാഷണൽ ഡെവലപ്മെൻറ്റ് കമ്മീഷൻ. അപ്പോൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? പ്ലാനിംഗ് കമ്മീഷൻ ഹാഡ് ടു റിപ്പോർട്ട് ടു ദി നാഷണൽ ഡെവലപ്മെൻറ്റ് കമ്മീഷൻ, NDCക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആരെ? ഓക്കെ, ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്ന അല്ലെങ്കിൽ അംഗീകാരം കൊടുത്തത് NDC ആണ്, അതാ പറഞ്ഞത്. ഓക്കെ, മറ്റോടത്ത് അപ്പോൾ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഹാഡ് ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ആൻഡ് സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ്. അതിൽ NDCയിൽ ഈ ലഫ്റ്റനന്റ് ഗവർണേഴ്സും അതുപോലെ ചീഫ് മിനിസ്റ്റേഴ്സും ഉണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ ഹാഡ് ടു റിപ്പോർട്ട്, ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്? നാഷണൽ ഡെവലപ്മെൻറ്റ് കമ്മീഷനാണ്. എന്നാൽ നീതി ആയോഗിലെ എന്തൊക്കെയുണ്ട്? ഗവർണിംഗ് കൗൺസിൽ ലഫ്റ്റനന്റ് ഗവർണേഴ്സിൻ്റെ, യൂണിയൻ ടെറിട്ടറീസിലെ ചീഫ് മിനിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട്, നമുക്കറിയാം. ആ ഗവർണിംഗ് കൗൺസിൽ നോക്കിയിട്ടുണ്ട്. ദെൻ ദ CEO ഓഫ് നീതി ആയോഗ്, ഇപ്പോൾ CEO ആരാണ് നമ്മൾ പറഞ്ഞു? BVR സുബ്രഹ്മണ്യമാണ്. CEOനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? CEO അപ്പോയിൻറ്റഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. സെക്രട്ടറീസ് ആർ നോൺ ആസ് CEO. ക്ലിയർ ആണ്. പ്ലാനിംഗ് കമ്മീഷൻ സെക്രട്ടറീസ് വെർ അപ്പോയിൻറ്റഡ് ത്രൂ ദി യൂഷ്വൽ പ്രോസസ്. പ്ലാനിംഗ് കമ്മീഷനിലെ സെക്രട്ടറീസിനെ ഒരു യൂഷ്വൽ പ്രോസസ്സിലൂടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദ CEO നീതി ആയോഗ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, സെക്രട്ടറീസ് ആർ നോൺ ആസ് CEO. ഓക്കെ, അപ്പോൾ എന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ സെക്രട്ടറീസ് വെർ അപ്പോയിൻറ്റഡ് ത്രൂ യൂഷ്വൽ പ്രോസസ്. ക്ലിയർ ആണ്. അടുത്ത് ദ നമ്പർ ഓഫ് ഫുൾ ടൈം മെമ്പേഴ്സ്. ഓക്കെ, ദ നമ്പർ ഓഫ് ഫുൾ ടൈം മെമ്പേഴ്സ് in Nidhi Ayog could be lesser than the numbers that the planning commission had. Clear ആണ്. The last planning commission had 8 full-time members. ലാസ്റ്റ് പ്ലാനിംഗ് കമ്മീഷനിൽ എത്ര ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 8 ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ the number of full-time members in Nidhi Ayog could be lesser than number that the planning commission had. Clear ആണ്. ഇനി under the Nidhi Ayog ഓർഗനൈസേഷൻ സ്ട്രക്ചർ ദ ന്യൂ പോസ്റ്റ് വർ ക്രിയേറ്റഡ്. എന്തൊക്കെയാണ് പോസ്റ്റുകളുള്ളത്? നീതി ആയോഗിൽ എന്തൊക്കെ പോസ്റ്റുകളുള്ളത് നമുക്കറിയാം. എന്തൊക്കെ പോസ്റ്റുകൾ നീതി ആയോഗിൽ എന്തൊക്കെയുള്ളത്? ദേ വർ ഹാവിങ് CEO ഉണ്ട്, അതുപോലെ തന്നെ പിന്നെന്താണ്? CEO ഉണ്ട്, അതുപോലെ തന്നെ പിന്നെന്താണ്? വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, അല്ലേ? വൈസ് ചെയർമാൻ ഉണ്ട്. CEO ഹാസ് എ റാങ്ക് ഓഫ് സെക്രട്ടറി. 4 ക്യാബിനറ്റ് മെമ്പേഴ്സ് ഉണ്ട്, would serve as ex-officio members. Nidhi Ayog has 2 part-time members ഉണ്ട്. Okay, the planning commission organizational structure consists of full-time members, a member secretary and a deputy chairman. അപ്പോൾ നീതി ആയോഗിൻ്റെ സ്ട്രക്ചർ നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നീതി ആയോഗിനെ കുറിച്ച് ആരൊക്കെയാണ് അതിൻ്റെ ഒരു മെമ്പേഴ്സ് ആരൊക്കെയുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. The planning commission organizational structure consists of full-time members, എ മെമ്പർ സെക്രട്ടറി ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ. അതാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ സ്ട്രക്ചറിലുള്ളത്. എന്നാൽ നീതി ആയോഗിൽ എന്തൊക്കെയുള്ളത്? നീതി ആയോഗ് കൺസിസ്റ്റ് ഓഫ് വാട്ട് ഓൾ തിങ്? നീതി ആയോഗ് under the Nidhi Ayog organization structure, the new posts were created: CEO, vice chairperson. CEO has the rank of secretary. 4 cabinet members would serve as ex-officio members. Nidhi Ayog has 2 part-time members and അവർക്ക് പാർട്ട് ടൈം മെമ്പർ ഉണ്ട്. ഓക്കെ, ഇനി ഇൻ നീതി ആയോഗ് ദ ഫൈനൽ പോളിസി വുഡ് ബിയർ ഫ്രൂട്ട് ആഫ്റ്റർ ഡ്യൂ കൺസൾട്ടേഷൻ ആർ ഹെൽഡ് വിത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ദ പോളിസി ഫോർമേഷൻ സ്റ്റേജ്. അപ്പോൾ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് റോൾ കൊടുത്തിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്. കാര്യം അതൊരു ബോട്ടം അപ്പ് അപ്രോച്ചാണ് ആർക്കുണ്ടായിരുന്നത്? നീതി ആയോഗിലുണ്ടായിരുന്നത്. ടോപ്പ് ഡൗൺ അപ്രോച്ചല്ല, ബോട്ടം അപ്പ് അപ്രോച്ചാണ്. ഓക്കെ, ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസമാണ് നീതി ആയോഗിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ. എന്നാൽ ദ പ്ലാനിംഗ് കമ്മീഷൻ ഫസ്റ്റ് ഫോർമുലേറ്റ് ദ പോളിസി ആൻഡ് then state governments were consulted regarding the allocation of funds for the program. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വലിയ റോൾ ഇല്ല അല്ലെങ്കിൽ എന്നത് തന്നെയാണ് അവിടെ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ നമുക്ക് പറയാനുള്ളൂ. ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ് നീതി ആയോഗിൻ്റെയും പ്ലാനിംഗ് കമ്മീഷൻ്റെയും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്നാണ് നോക്കിയത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ, ഓക്കെ, എങ്ങനെയാണ് ഫോം ചെയ്തത് എന്ന കാര്യങ്ങൾ നോക്കി. അതൊരു അഡ്വൈസറി ബോഡിയാണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി. അതുപോലെ തന്നെ 2 കമ്പാരിസണാണ് നോക്കി, നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും. അപ്പോൾ ഈ ഒരു ടോപ്പിക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റുകളാണ് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനുള്ളൊരു ഊർജ്ജമെന്ന് പറയുന്നത്. അപ്പോൾ തൊട്ടടുത്ത ടോപ്പിക്കുമായി കാണാം. നന്ദി, നമസ്കാരം.